ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ LED സ്ട്രിപ്പിനാണെങ്കിലും പ്രൊഫൈൽ LEDക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന LED സ്ട്രിപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ആ LED സ്ട്രിപ്പിന് നമ്മൾ ഉപയോഗിക്കുന്ന അഡാപ്റ്റർ ആണെങ്കിലും SMPSൻ്റെ ടൈപ്പ് ആണെങ്കിലും നമുക്കത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് ബേസിക് ആയിട്ട് കാര്യങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുന്നത് മിനിമം എല്ലാ LED സ്ട്രിപ്പുകളും വരുന്നത് 12 വോൾട്ടിലാണ് വരുന്നത്, 12 വോൾട്ടിലാണ് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് വാട്ട്സ് ആണ് നോക്കേണ്ടത്. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടോ, ഒരു 12 വാട്ട് എന്ന് കറക്റ്റ് 12 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്, 5 ആംപിയർ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 12 × 5 60 വാട്ട്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ കണക്ഷൻസ് നോക്കാം. ഇതാണ് നമ്മൾ 5 ആംപിയറിൻ്റെ 60 വാട്ട്സ് വരുന്ന 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ. അതായത് ഇത് SMPS എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം. അതായത് വളരെ ചെറുതായിരിക്കും. അതായത് ഇതിൻ്റെ നമുക്ക് LED സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ സീലിങ്ങിൽ ഇടാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് കുറഞ്ഞ രീതിയിൽ കണ്ടോ, അതിൻ്റെ നാരോ ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻപുട്ടാണ് നോക്കേണ്ടത്. ഇൻപുട്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് AC ആണ്. അത് ചിലതിൽ നമ്മൾ AC എന്ന് കാണിക്കും, L, N, E എന്ന് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടോ. നിങ്ങൾ ആദ്യമേ തന്നെ നോക്കുക, അതിൻ്റെ അകത്ത് മാർക്കിങ് കാര്യങ്ങൾ ഏറ്റവും ആദ്യം നോക്കുക. ഇൻപുട്ട് 230 വോൾട്ട് AC വരുന്നതിൽ ഏറ്റവും ആദ്യത്തെ എർത്തിൻ്റെ എംബ്ലമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് N ന്യൂട്രലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് L എന്ന് മാർക്ക് ചെയ്തതിന് ഫേസ് ആണ്. ഇങ്ങനെ 3 കണക്ഷൻസ് ആണ് ഇൻപുട്ടിൽ സാധാരണ വരുന്നത്. അപ്പോൾ AC ആണ് ഇൻപുട്ടിൽ വരുന്നത്. ഇനി അതിൻ്റെ കണക്ഷൻസ് നമ്മൾ കൊടുക്കാനായിട്ട് ഇതിൽ നമ്മൾ ചിലതിൽ സ്ക്രൂ ടൈപ്പ് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ്സിങ് ടൈപ്പാണ്. ജസ്റ്റ് അതിൻ്റെ ലോക്ക് മുകളിലേക്ക് എടുക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ലോക്ക് വന്നിരിക്കുന്നത്. ഓരോ കമ്പനിക്കും പ്രത്യേകതയുണ്ട്, അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ന്യൂട്രും ലീഡും. അത് ന്യൂട്രലിന് ബ്ലാക്കും ഫേസ് വയറിന് റെഡ് വയറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എർത്ത് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ എർത്ത് കൂടി കൊടുക്കാം. നമുക്ക് എർത്ത് കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സേഫ്റ്റി ആയിരിക്കും. അപ്പോൾ ഇൻപുട്ടാണ് നമ്മൾ 230 വോൾട്ട് AC കൊടുക്കുന്നത്. 230 വോൾട്ട് അത് KCB കൊടുക്കുന്നതിന്. ഇനി ഔട്ട്പുട്ടാണ് നമുക്ക്. ഔട്ട്പുട്ട് നോക്കി അറിയാൻ പറ്റും. V+, V+, അങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് വരുന്നത് ഔട്ട്പുട്ട് വരുന്നത് DC വോൾട്ടേജാണ് വരുന്നത്. DC വോൾട്ടേജിൽ നമുക്ക് ഇവിടുന്ന് 2 സെക്ഷനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ. അത് പല അഡാപ്റ്ററും പല രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുക. V+ നമ്മൾ 12 വോൾട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. 12 വോൾട്ട് ഔട്ട്പുട്ട് നമുക്ക് മാക്സിമം ഇതിൽ നിന്ന് 5 ആംപിയർ വരെയാണ് നമുക്ക് എടുക്കുക. ആദ്യത്തെ V+ എടുക്കുകയാണെങ്കിൽ നോക്കി അറിയാൻ പറ്റും. ആദ്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ V+, V+, V- മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 2 സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ എടുക്കേണ്ടത് ആദ്യത്തെ തന്നെ V+ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ V+, ആ V+ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ V- എടുക്കണം. V+, പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തെയാണ് V- കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് എടുക്കുക. ഇതിൻ്റെ ഫേസ് അതായത് പ്ലസ്, പോസിറ്റീവ്, നെഗറ്റീവ്. ഇത് DCക്ക് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവാണ് വരുന്നത്. V+ ഉദ്ദേശിച്ച പോസിറ്റീവ്, V- ഉദ്ദേശിച്ച നെഗറ്റീവ്. ഇനി അടുത്തത് അതായത് രണ്ടാമത്തെ സെക്ഷനിലെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ V+ എടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെ Vയുടെ തന്നെ സെക്ഷനിൽ തന്നെ V- എടുക്കുക. അപ്പോൾ അതാണ് DC വോൾട്ടേജ് വരുന്നത്. ഇതാണ് അതിൻ്റെ ബേസിക് കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇൻപുട്ട് വരുന്നത് AC ആണ്, 230 വോൾട്ട് KCBയിൽ നിന്നുള്ള കണക്ഷൻസ്. ഔട്ട്പുട്ട് വരുന്നത് DC വോൾട്ടേജ്. അപ്പോൾ ഇതിൻ്റെ പല കമ്പനികളും പല രീതിയിലാണ് വരുന്നതെങ്കിലും കോമൺ ആയിട്ട് ഇൻപുട്ട് ACയും ഔട്ട്പുട്ട് DC വോൾട്ടേജുമാണ്. ഇനി ആംപിയർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആംപിയർ നോക്കുമ്പോൾ ഇതിൻ്റെ ജസ്റ്റ് നോക്കി അറിയാൻ പറ്റും. കണ്ടോ, 12 വോൾട്ട് 5 ആംപിയർ എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട 60 വാട്ട്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കത് വാട്ട്സ് സിമ്പിളായിട്ട് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 12 × 5 അതായത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഗുണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വാട്ട്സ് കിട്ടും. 12 വോൾട്ട് ഇൻറ്റു 5 ആംപിയർ ഗുണിച്ച് കഴിഞ്ഞാൽ 60 വാട്ട്സ് കിട്ടും. അപ്പോൾ നമുക്കത് നോർമൽ ലെവലുള്ള LED സ്ട്രിപ്പിനാണെങ്കിൽ ഒരു മീറ്ററിൽ, അതായത് ഒരു മീറ്ററിൽ മിനിമം 1 ആംപിയറെങ്കിലും നമുക്ക് എടുക്കും. പ്രൊഫൈൽ ലൈറ്റിലാണെങ്കിൽ 1 മീറ്ററിൽ 2 ആംപിയർ എടുക്കും. അപ്പോൾ നോർമൽ ലെവലിലുള്ള LED സ്ട്രിപ്പിനാണെങ്കിൽ ഇത് നമുക്ക് ഒരു 5 മീറ്റർ വരെ നമുക്ക് ഈ 60 വാട്ട്സിൻ്റെ കണക്ട് ചെയ്യാം. എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊഫൈൽ LED ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 2 മീറ്റർ വരെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. മാക്സിമം പോയി 2.5 മീറ്റർ. 2 മീറ്റർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പ്രൊഫൈൽ LED ഇരട്ടി ആംപിയർ എടുക്കും. 1 മീറ്ററിൽ 2 ആംപിയർ എടുക്കും. നോർമൽ LED സ്ട്രിപ്പ് ആണെങ്കിൽ 1 മീറ്ററിൽ 1 ആംപിയറാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് നല്ലൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയർ കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.